LDFിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുമ്പളയിൽ ഉജ്ജ്വല തുടക്കം. ജാഥാ നായകൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കേരള വികസനത്തിന്റെ മിനിയേച്ചർ കൈമാറിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്തത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലൂടെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന വ്യക്തമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേന്ദ്ര ബജറ്റിലൂടെ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണന വ്യക്തമായെന്നും ഇതിലൂടെ ഇന്ത്യയിൽ കേരളമുണ്ടെന്ന കാര്യം കേന്ദ്രം മറന്നുവെന്നത് ബോധ്യമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDFിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കുമ്പളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാഥ ക്യാപ്റ്റൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കേരള വികസനത്തിന്റെ മിനിയേച്ചർ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ജാഥ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രം സംസ്ഥാനത്തോട് സാമ്പത്തിക ഉപരോധം നടത്തുകയാണ്. ധനമന്ത്രിക്ക് കേരളത്തെപ്പറ്റി ഒന്നും പറയാനില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിന്റെ മികവിനെപ്പറ്റി എടുത്തു പറയുകയും ചെയ്തു. ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല, പകരം കടലാമയെപ്പറ്റിയാണ് പറഞ്ഞതെന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. പക്ഷെ ബജറ്റിന് മുൻപ് അതിൻ്റെ തലേ ദിവസം പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട്. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും MPയുമായ P സന്തോഷ് കുമാറാണ് ജാഥ മാനേജർ. CPIM നേതാവ് KS സലീഖ, കേരള കോൺഗ്രസ് നേതാവ് മാത്യു കുന്നപ്പള്ളി, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ നേതാവ് PP ദിവാകരൻ, NCP നേതാവ് PM സുരേഷ് ബാബു, RJD നേതാവ് മണിയത്ത് ചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് ബാബു ഗോപിനാഥ്, കേരള കോൺഗ്രസ് B നേതാവ് വടകോട് മോനച്ചൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് AJ ജോസഫ്, INL നേതാവ് കാസിം ഇരിക്കൂർ, കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവ് നൈസ് മാത്യു എന്നിവർ ജാഥയിലെ അംഗങ്ങളാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് വടക്കൻ മേഖലാ ജാഥയുടെ പര്യടനം. പാലക്കാട് ജില്ലയിലെ തരൂരിൽ ഫെബ്രുവരി 16 യാത്ര സമാപിക്കും. ജാഥയ്ക്കുള്ള ആദ്യ സ്വീകരണം കാസർഗോഡ് മണ്ഡലത്തിലെ നുള്ളിപ്പാടിയിൽ നടന്നു. തിങ്കളാഴ്ച രാവിലെ ഉദുമ മണ്ഡലത്തിലെ പെരിയാട്ടടുക്കത്തും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ കോട്ടച്ചേരിയിലും വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. LDF സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വീകരണ കേന്ദ്രങ്ങളിൽ വിശദീകരിച്ചുകൊണ്ടാണ് ജാഥയുടെ പ്രയാണം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.